ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചതുമൂലമുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബർ ഇടപെട്ട് നടപടി സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭയുടെയും ഒരുമനിയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദ സ്കൂളിന് സമീപത്തായാണ് കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ കനത്ത മഴ പെയ്തതോടെ ചാവക്കാടിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ പോകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയത്. ചെറിയൊരു ഭാഗത്തുകൂടി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം മാത്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം നഗരസഭ നിർമ്മാണ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു. മേൽവിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സെക്രട്ടറി, ചാവക്കാട് തഹസിൽദാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കനോലി കനാൽ അടച്ചുകെട്ടി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയും ഇവിടെ നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് NHAയുടെ കരാർ ജീവനക്കാർ ഉൾപ്പെടെ വന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ കാണുന്നത് ഒരു 6 അടിയിലുള്ള ഒരു കാന നിർമ്മിച്ച് കനോലി കനാൽ അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് അടിയന്തിരമായി നീക്കം ചെയ്ത് ഇപ്പോഴുള്ള കനോലി കനാലിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. MLA ദേശീയപാത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അടിയന്തരമായി തടസ്സങ്ങൾ നീക്കി കനോലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു.